ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ ഹാപ്പി കോർണർ. കാഞ്ഞങ്ങാട് ടൗണിലെത്തുന്നതിന് 3 കിലോമീറ്റർ മുമ്പായിട്ടാണ് ഒറിക്സ് വില്ലേജ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതിന് റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ഇതൊരു കിടിലൻ ആംബിയൻസ് ഉള്ള, നമുക്ക് ഒരു പീസ്ഫുള്ളി വന്ന് ഫാമിലി ആയിട്ട് ഇതുപോലെ എൻജോയ് ചെയ്യാനോ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നമുക്ക് ഈ വാൾ നിറച്ച് ഒരുപാട് നല്ല നല്ല ക്രാഫ്റ്റിൻ്റെയും പോട്ട്സിൻ്റെ ഒക്കെയുള്ള നല്ല ഫോട്ടോസാണ്. അപ്പോൾ കിടിലൻ, ഇത് കണ്ടോ, കിടിലൻ ആംബിയൻസ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒത്തിരി വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ കുറേ പ്ലാന്റ്സും പിന്നെ കുറച്ച് ഗ്രീനറിയൊക്കെ ആയിട്ട് വെച്ച് പിടിപ്പിച്ച അടിപൊളി ഒരു സംഭവമാണ്. പിന്നെ നമുക്ക് കയറുമ്പോൾ ചെല്ലുമ്പോൾ തന്നെ ലൈവ് ഫിഷ് കാണാൻ പറ്റും. ലൈവായിട്ട് അവിടെ കുറേ ഫിഷസ് ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള ഫിഷിനെ സെലക്ട് ചെയ്തിട്ട് അവർ അതിനെ ഫ്രൈ ചെയ്തിട്ടും ഗ്രേവി ആക്കിയിട്ടൊക്കെ നമുക്ക് അപ്പം തന്നെ തരും. ലൈവ് ഫിഷാണ്. ഒറിക്സ് വില്ലേജിൻ്റെ ഫ്രണ്ട് വരുന്നത് ഇങ്ങനെയാണ്, ഒരു വലിയൊരു കവാടം പോലത്തെ സംഭവം. എന്നിട്ട് ഇങ്ങനെ ഈ ഗ്രീനറിയിലേക്കാണ് നമ്മൾ കയറി ചെല്ലുക. ഇതിൻ്റെ ഒരു ബെസ്റ്റ് സീനറി തന്നെ അടിപൊളിയാണ്. ഇങ്ങനെ ഒരു സൈഡിൽ കുട്ടികൾക്കായിട്ടുള്ള പാർക്കുണ്ട്. അപ്പോൾ ഒരു ഫുൾ ഫാമിലിക്ക് എത്ര നേരം വേണമെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പാക്കേജാണ് ഈ ഒറിക്സ് വില്ലേജ് എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് തവണ ഫാമിലി ആയിട്ട് അവിടെ പോകാറുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. പ്ലേ ഏരിയ ഉണ്ട്, പിന്നെ പാർട്ടി ഹാളുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പാർട്ടി ഹാളാണ്. പിന്നെ നേരെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പാണുള്ളത്. അതിൻ്റെ 2 സൈഡിലുമായിട്ട് മീനുകൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, നല്ല ഭംഗിയായിട്ട് അലങ്കാര മത്സ്യങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ കുറേ കുടങ്ങൾ, ഇങ്ങനെ നിരത്തി വെച്ച കുറേ കുടങ്ങൾ കാണാം. ഇവിടെ എൻ്റെ അച്ഛനും അമ്മയും ഏട്ടനൊക്കെ ആയിട്ട് നിൽക്കുവാണ്. എന്ത് രസമാണെന്ന് നോക്കൂ. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് വരാൻ തോന്നും. അത്ര മനോഹാരിത നിറഞ്ഞതാണ് ഈ ഒറിക്സ് വില്ലേജ് എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ ഇത് ഋതു ബേബിയാണ്. ഋതുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഇങ്ങനെ മീനിനൊക്കെ. അതാണ് ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഉള്ളിൽ കയറിയാലുള്ളൊരു ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സൈഡിൽ ഇവിടെ കേക്കൊക്കെ ഉണ്ട് കേട്ടോ. കേക്ക് ഡെലിവറിയും കേക്കിൻ്റെ ബേക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഡോറ് തുറന്നാൽ അവിടെ AC ആണ്, നോൺ AC ഉണ്ട്. പിന്നെ ഇവിടെ ഡെസേർട്ടായിട്ട് കേക്കൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേക്ക് പീസൊക്കെ വാങ്ങാവുന്നതാണ് അപ്പം തന്നെ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു നടുമുറ്റം പോലത്തൊക്കെയാണ് ഇതിൻ്റെ അകത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ്. ഒരുപാട് 4 കെട്ടൊക്കെ പോലെയുള്ള വലിയൊരു അങ്ങനത്തെ ഒരു ആംബിയൻസിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ നടുമുറ്റം സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ മഴയൊക്കെ വന്നാലും നമുക്ക് ഇങ്ങനെ ലൈവായിട്ട് മഴയൊക്കെ കാണാൻ പറ്റും. ഇതിൽ കൂടുതൽ എന്താണ് ഈ റെസ്റ്റോറൻറ്റിന് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അത്ര രസമായിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു നിർമ്മിതി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പഴയ വീടും അങ്ങനെയുള്ള ട്രഡീഷണൽ സ്റ്റൈലിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയാണ് ഈ ഹോട്ടലിനുള്ളത്. മെജോറിറ്റി നമ്മൾ അവിടുന്ന് മന്തിയാണ് കഴിക്കാറുള്ളത്. നല്ല അൽഫാം മന്തി കിട്ടും ഇവിടെ. ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ കൂടെയുള്ളൊരു ടൊമാറ്റോ ചട്നിയും പിന്നെ മയോണൈസൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഋതുവിന് ഇഷ്ടമുള്ള റെഡ് വെൽവെറ്റ് കേക്ക് നമ്മൾ വാങ്ങി. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് കഴിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങാം. ഇതൊരു പാർട്ടി ഹാളാണ് കേട്ടോ. ബർത്ത്ഡേ ഫങ്ഷൻ, എൻഗേജ്മെൻറ്റ്, ഇങ്ങനെ കുറേ ഫങ്ഷൻസ് ഇവിടെ അടിപൊളിയായിട്ട് നടക്കാനുള്ള കുറേ സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇതൊക്കെ കണ്ട്
വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ എല്ലാവർക്കും ഒരു ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. ഇതാണ് പാർട്ടി ഹാളിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ ടാറ്റാ.